20 വർഷത്തെ കാത്തിരിപ്പും 20 വർഷത്തെ പ്രണയം സഫലമാകുന്ന ആ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഇന്ന് അരുണേട്ടനും ഞാനും മോളും പോകുന്നത്. ഹലോ ഹായ് നമസ്കാരം, പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിപ്പാടായിരുന്നു ഞങ്ങൾക്ക് റൂം ഏട്ടൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ശ്രീരാഗ് എന്നാണ് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കേട്ടോ. അപ്പം നമ്മൾ റൂമിൽ എത്തിയ പാടി ശിലമോൾ നല്ല ബെഡ് എന്ന് പറഞ്ഞിട്ട് കയറി കിടക്കാൻ കേട്ടോ. അവർക്ക് ഇങ്ങനെ നല്ല ബെഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീരാഗേട്ടൻ്റെ വകയാണ് ഞങ്ങൾക്ക് ഈ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നല്ല റൂമാണ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അരുണേട്ടനെ കല്യാണം വിളിച്ചു, അവളും കുട്ടിയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് റൂമെല്ലാം ബുക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും AC റൂം തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അരുണേട്ട് ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേഗം പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഹരിപ്പാട് എത്തിയപ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരുണേട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. നമുക്ക് കല്യാണം വരുന്നത് അടൂർ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു കോട്ടയം പത്തനംതിട്ട ഒരു ഭാഗത്തായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത് KFC ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ പോകുന്ന സമയത്ത് അവിടെ വേറെ ഒന്നും കഴിക്കാനില്ല. പിന്നെ അത് മാത്രമല്ല നമ്മളൊരു തട്ടുകട എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ചെറു ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കല്യാണ പെണ്ണ് നമ്മൾ വന്നതിന് ശേഷം എത്തിയത് കേട്ടോ. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ദീപയുടെയും നമ്മൾ ശ്രീയേട്ടൻ്റെ കല്യാണം എന്ന് പറയുന്നത്. ഭയങ്കര എന്ന് പറയുക, അവരുടെ ആ ഒരു ലവ് സ്റ്റോറിയൊക്കെ കേട്ട് കഴിയുമ്പം എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ശ്വാസം പിടിച്ചല്ലാതെ ആ സ്റ്റോറി കേൾക്കാൻ പറ്റില്ല. അത്രയും അവൾ ആ ഒരു ശ്രീയേട്ടന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലീനോട്. എന്തായാലും ആ ഫൈറ്റ് ചെയ്തതിനൊരു ഫലം അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അവരെന്തായാലും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അവർ ആ ഒരു നിലപാടായിരുന്നു രണ്ടു പേർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടമുള്ളവർ പ്രണയിക്കും അല്ലേ. അത് സപ്പോർട്ട് ചെയ്യുന്നത് പാരൻസ് സപ്പോർട്ട് ചെയ്യാതിരിക്കും. ഏട്ടൻ്റെ പാരൻസ് സപ്പോർട്ടാണെങ്കിലും അവളുടെ പാരൻസ് ഒട്ടും സപ്പോർട്ടായിരുന്നില്ല. ഈ വിവാഹത്തിന് പോലും ഒരിക്കൽ പോലും സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ കാത്തിരുന്നു. 20 വർഷത്തിന് മുകളിലോളം അവരെ പാരൻസ് സമ്മതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ സന്തോഷത്തോടെ അവളെ കൈപിടിച്ച് ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ വെയിറ്റ് വെറുതെ ആയില്ല. കുറേ പ്രശ്നങ്ങൾക്കിടയിലും ഒരുപാട് എന്താ പറയുക വിഷമിച്ചെങ്കിൽ പോലും അവസാനം അവൾ ആഗ്രഹിച്ച ആളെ തന്നെ കിട്ടി. ഏട്ടൻ ആഗ്രഹിച്ച പെൺകുട്ടീനെ ഏട്ടനും ജീവിതത്തിൽ കിട്ടി. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. അരുണേട്ടൻ 10-15 വർഷത്തിന് മുകളിൽ ശ്രീയേട്ടനെ അറിയുന്നതാണ്. ഞാൻ അരുണേട്ടൻ്റെ കല്യാണം ഉറപ്പിച്ച് 3 വർഷം, കല്യാണം കഴിഞ്ഞ് 4 വർഷം. ആ അത്രയും വർഷം ശ്രീയേട്ടൻ എനിക്കും അറിയുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു അടുപ്പം ഒരു സ്വന്തം ബ്രദർ തന്നെയാണ്. എനിക്ക് ഒരു ബ്രദർ എങ്ങനെയാണ് ഒരു സിസ്റ്ററോട് പെരുമാറുന്ന ആ ഒരു രീതി, അതാണ് ഏട്ടൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുകാരിനെ കൂടി കിട്ടി. ഏട്ടത്തിയമ്മയാണെങ്കിലും എനിക്ക് നമ്മളൊക്കെ സെയിം ഏജ് ആയതുകൊണ്ട് ഞാൻ അവളെ ദീപ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പറഞ്ഞാൽ ഇവർ ചെറിയ പ്രായത്തിൽ പ്രണയിച്ചെങ്കിലും ഇവർ ആ ഒരു ഏജ് ആയിട്ട് പോലും ആ പ്രണയം വിട്ടില്ല. ഇപ്പം ഇങ്ങനത്തെ പ്രണയം ഉണ്ടോ എന്നൊക്കെ എനിക്ക് പോലും അത്ഭുതമായിരുന്നു കേട്ടോ. അത്രയും പ്രണയം എന്ന് പറഞ്ഞ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രണയം മരിച്ചു പോയിട്ടില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഇവരെ കാണുമ്പോൾ ശരിക്കും. ഇപ്പോൾ വെറും ടൈം പാസിനുള്ള പ്രണയത്തിനൊക്കെ കണ്ട് പഠിക്കണമല്ലോ ഇതുപോലത്തെ പ്രണയം, ഇത്രയും വർഷം കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ താലികെട്ടും അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ചെക്കൻ്റെ വീട്ടിലേക്കാണ്. പെണ്ണിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല. അതെനിക്ക് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ കൊടുത്തന്നെ വലിയ ഭാഗ്യമാണല്ലേ. ഈ അടുത്തിരിക്കുന്നത് അരുണേട്ടൻ്റെ ഫ്രണ്ടാണ്. നല്ല ഏട്ടനാണ്, നല്ല സംസാരിക്കും കാര്യമൊക്കെ. ഏട്ടൻ്റെ മമ്മി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല കമ്പനിയായിരുന്നു എല്ലാവരുമായിട്ട്. എന്നിട്ട് മറ്റൊരു ഫ്രണ്ട് റൺസൺ ചേട്ടനായിരുന്നു. റൺസൺ ചേട്ടൻ്റെ കാറിലാണ് നമ്മൾ തിരിച്ചു പോയത് കേട്ടോ. മമ്മി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പരിചയപ്പെട്ടത് പമ്പ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും നല്ല പാഠങ്ങളും അതൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പന്തൽ ഈവനിങ്ങിൽ നമ്മുടെ റിസപ്ഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കുന്ന പന്തലുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ താക്കോലെടുത്ത് റൂം ഏട്ടൻ തുറന്നു, റൺസൺ ചേട്ടൻ തുറന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കും ചെക്കൻ്റെ വീട്ടിൽ തന്നെയാണ് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ്ങിനുള്ള ഇതാണ് റൺസൺ ചേട്ടൻ്റെ മമ്മി. ഞാനൊട്ട് നല്ല കമ്പനി ആട്ടോ. ആൻറ്റി നല്ല സ്വഭാവവും കാര്യങ്ങളും, ആൻറ്റി നല്ല കമ്പനിയായിരുന്നു. അവിടെ എല്ലാം ഒന്ന് സെറ്റാകുന്നതേ ഉള്ളൂ. വൈകുന്നേരമാണ് സെറ്റപ്പ് എന്ന് പറയാൻ എന്നുള്ളത്. പിന്നെ നമ്മളവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇഡ്ഡലിയും സാമ്പാറും കറിയൊക്കെ. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് കല്യാണ വീട്ടിൽ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഹരിപ്പാട് നിന്ന് വരാൻ തുടങ്ങി കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടാവേ. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം.